മൂന്നാമത് ക്ലിപ്പ് ഇടൽ, റിംഗ് ഇടല്. അപ്പൊ ഏത് മെത്തേഡ് ഏറ്റവും നല്ലത് ലാപ്രോസ്കോപ്പി വഴി റിംഗ് ഇടുമല്ലോ, റബ്ബർ ബാൻഡ്, അതാണ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ ആക്ച്വലി ഏറ്റവും എളുപ്പം. അധികം പോവില്ല, ജസ്റ്റ് ഒരു ചെറിയ ലൂപ്പ് മാത്രമേ നമ്മൾ അതിനകത്ത് ഇടുന്നുള്ളൂ, അപ്പൊ അധികം നഷ്ടാവുന്നില്ല. അപ്പൊ അധികം സർജറി ഇല്ല, അധികം റിവേഴ്സൽ. അപ്പൊ ലാപ്രോസ്കോപ്പി വഴി സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. അതേപോലെ പ്രഗ്നൻസി ഉണ്ടാവുന്നത് ട്യൂബിലായതുകൊണ്ട് കട്ട് ചെയ്ത് കളയാതിരിക്കുന്നതാണ് ലോങ് ടേം. അത് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോ റിവേഴ്സിൽ ചെയ്യുമല്ലോ, അപ്പൊ നമ്മൾ ഈ തയ്ച്ചു കൂട്ടുമ്പോൾ അതുവഴി പിന്നീട് നാച്ചുറലായിട്ട് പ്രഗ്നൻസി ഉണ്ടാവുമ്പോൾ അത് ട്യൂബിൽ തന്നെ വളരാനായിട്ടുള്ള ചെറിയൊരു റിസ്ക് ഉണ്ട്. ചെറുതല്ല, ഒരു 10% റിസ്ക് ഉണ്ട് ആക്ച്വലി. കാരണം സ്റ്റിച്ച് ചെയ്ത ഭാഗം അതിന്റെ ആ ഒരു അനാറ്റമി കുറച്ചൊരു ഡിഫറൻസ്, ഫൈബ്രോസിസ് എന്നൊക്കെ പറയും, തടിപ്പ് പോലെയൊക്കെ ഉണ്ടാവും. ട്യൂബ് ഷോർട്ടറും ആണല്ലോ, അപ്പൊ അങ്ങനെ ട്യൂബിൽ തന്നെ ഇരുന്ന് പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യത, ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് റിവേഴ്സിൽ കഴിഞ്ഞ് നമ്മൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സ്കാൻ ചെയ്ത് യൂട്രസിനകത്താണെന്ന് ഉറപ്പ് വരുത്തണം. എനിക്ക് പറഞ്ഞു. ട്യൂബ്